ഭരണപക്ഷ പാർട്ടികളുടെ മുഴുവൻ കണ്ണും ഇപ്പോഴും അയോധ്യയിൽ തന്നെയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല, അയോധ്യയിലെ വികസനവും അതിലൂടെ വരുന്ന പണവുമാണ് കേന്ദ്ര സർക്കാരിന്റെ ഉന്നം. രാമക്ഷേത്രത്തിന് വിവിധ കോണുകളിൽ നിന്ന് ലഭിച്ച സംഭാവനകൾക്ക് കയ്യും കണക്കുമുണ്ടായിരുന്നില്ല. കോടികളാണ് പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി ഒഴുകിയെത്തിയത്. അടുത്ത പദ്ധതി മ്യൂസിയമാണ്. അയോധ്യയിൽ ലോകോത്തര നിലവാരത്തിലുള്ള ക്ഷേത്ര മ്യൂസിയം നിർമ്മിക്കാനൊരുങ്ങുകയാണ് ടാറ്റ ഗ്രൂപ്പ്. ടാറ്റ ഗ്രൂപ്പിന്റെ മാതൃ കമ്പനിയായ ടാറ്റ സൺസ് ആണ് മ്യൂസിയം നിർമ്മിക്കുക. പദ്ധതിക്ക് ചൊവ്വാഴ്ചയാണ് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയത്. 650 കോടി രൂപ അടിസ്ഥാന സൗകര്യം, രൂപകൽപ്പന, ഇന്റീരിയർ വർക്കുകൾ എന്നിവയ്ക്കായി നീക്കിവെച്ചുവെന്നാണ് റിപ്പോർട്ട്. കൂടാതെ 100 കോടി രൂപ സ്ഥലത്തിന്റെ വികസനത്തിനായും വകയിരുത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ടാറ്റ ഗ്രൂപ്പ് ഈ ഉദ്യമനത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ക്ഷേത്ര മ്യൂസിയത്തിന് ആവശ്യമായ സ്ഥലം 90 വർഷത്തെ പാട്ടത്തിന് 1 രൂപ നിരക്കിൽ സംസ്ഥാന സർക്കാർ ടാറ്റ ഗ്രൂപ്പിന് നൽകും. സരയൂ നദിക്ക് സമീപമുള്ള ഗ്രാമമായ മജ്ഹ ജംതാരയിലെ ടൂറിസം വകുപ്പിന്റെ സ്ഥലമായിരിക്കും ഇതിനായി കൈമാറുക. നേരത്തെ ടാറ്റ സൺസ് പദ്ധതിയിൽ താൽപര്യം പ്രകടിപ്പിക്കുകയും അവരുടെ നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ പദ്ധതിയുടെ രൂപരേഖ അന്തിമ അനുമതിക്കായി സംസ്ഥാനത്തിന് കൈമാറുകയും ചെയ്തു. ഇതാണ് UP ക്യാബിനറ്റ് കഴിഞ്ഞ ദിവസം അംഗീകരിച്ചത്. അയോധ്യയുടെ ടൂറിസം സ്വപ്നങ്ങൾക്ക് വലിയ കുതിപ്പേകുന്ന തീരുമാനം കൂടിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പദ്ധതിയിൽ വ്യക്തിപരമായി താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇതോടെയാണ് ക്ഷേത്ര മ്യൂസിയം പണിയാനുള്ള സാധ്യതകൾ തെളിയുന്നത്. കഴിഞ്ഞ വർഷം നവംബറിൽ പ്രമുഖ ആർക്കിടെക്ട് ബൃന്ദ സോമയ പ്രാഥമിക രൂപരേഖ തയ്യാറാക്കുന്നതിനായി ക്ഷേത്ര നഗരത്തിലെ ഈ നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിച്ചിരുന്നു. നേരത്തെ മുംബൈയിലെ ടാറ്റ ഗ്രൂപ്പിന്റെ ആസ്ഥാനമായ ബോംബെ ഹൗസ് നവീകരിക്കുന്നതിൽ സോമയ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. അയോധ്യ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണമായി ക്ഷേത്ര മ്യൂസിയം മാറ്റാനാണ് പദ്ധതികൾ ഒരുങ്ങുന്നത്. ഇത് നടപ്പിലായാൽ ധാരാളം വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും ഇവിടേക്ക് ആകർഷിക്കാമെന്നാണ് വിലയിരുത്തൽ. ഈ വർഷം ജനുവരിയിലാണ് രാമക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുത്തത്. അതിന് ഒരു ദിവസം മുൻപ് ജനുവരി 22-നായിരുന്നു രാംലല്ലയുടെ വിഗ്രഹം ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ സ്ഥാപിച്ചത്. 1800 കോടി രൂപ ചിലവിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനോട് ചേർത്ത് മ്യൂസിയം കൂടി നഗരത്തിൽ വന്നാൽ അയോധ്യയുടെ മുഖം തന്നെ മാറുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ അയോധ്യ ക്ഷേത്രം ഉയർന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടുയർത്താൻ സാധിച്ചില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അയോധ്യയിൽ വമ്പൻ തോൽവിയാണ് BJP നേരിട്ടത്. അതേസമയം കനത്ത മഴയ്ക്ക് പിന്നാലെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ ചോർച്ചയെന്ന റിപ്പോർട്ട് ഇതിനിടെ പുറത്തു വന്നത് ഏവരെയും ഞെട്ടിച്ചിരുന്നു. ഏറെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ രാമക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത് മാസങ്ങൾ പിന്നിടുമ്പോഴേക്കുമാണ് വീഴ്ച കണ്ടെത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള എഞ്ചിനീയർമാരാണ് രാമക്ഷേത്രം പണി കഴിപ്പിച്ചത്. ജനുവരി 22-നാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഒരു മഴ പെയ്താൽ ചോരുന്നതാണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. ലോകപ്രസിദ്ധമായ ക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോരുക എന്ന് പറയുന്നത് ആശ്ചര്യകരമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ക്ഷേത്രത്തിന്റെ മുഖ്യ പുരോഹിതൻ ചോദിച്ചത്. പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു മൈസൂരുവിൽ നിന്നുള്ള ശില്പിയായ അരുൺ യോഗിരാജ് രൂപകൽപ്പന ചെയ്ത 51 ഇഞ്ച് ഉയരമുള്ള രാംലല്ല വിഗ്രഹം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ചടങ്ങിലെ മുഖ്യാതിഥി. എന്നാൽ വെറും 5 മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും ക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോരുന്നുവെന്ന വാർത്ത രാജ്യത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് കോടികൾ മുടക്കി അയോധ്യയിൽ മ്യൂസിയം പണിയാൻ പോകുന്നുവെന്ന വാർത്തയും വരുന്നത്. ഇത് കേട്ട് ചിരിക്കുകയല്ലാതെ മറ്റു വഴിയില്ല.